ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ നോക്കും. ആ ഒരു കറന്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഏത് സമയത്താണോ എത്തുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലേക്ക് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിങ്സ് ഇപ്പോൾ എന്താണ്, യഥാർത്ഥമായിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് കാണിക്കുന്ന രീതി എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ ഉള്ളിലുള്ള അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ ഫീലിങ്സ് നിങ്ങളോട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണം, നല്ലൊരു ക്ലാരിറ്റി ലഭിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് മാച്ച് ആവുന്നത്, നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ദ എംപറർ, കിങ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, the wheel of fortune, 2 of pentacles, 9 of wands, 7 of cups, the star, king of cups, 5 of pentacles, knight of wands, 10 of swords, page of pentacles, the fool, 9 of cups, 4 of cups, page of swords, 10 of pentacles, high priestess, 9 of swords ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങളൊരു പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്ന വ്യക്തികളാവണമെന്നില്ല. നിങ്ങളുടെ ബന്ധം എന്തായാലും ഒരു ആടി ഉലയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനർജി അല്ല കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 2 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 9 ഓഫ് വാൻഡ്സ് ഓർമ്മിച്ച് വിഷമിക്കുക, 9 ഓഫ് സോഴ്സ് വേദനാജനകമായ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എനർജി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു ആടി ഉലയുന്ന ഒരു അവസ്ഥയാണ് കൂടുതൽ കാണുന്നത്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. അപ്പൊ ഇതിന്റെ ഒരു കാരണമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എംപറർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഈഗോയിസം ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലവരുടെ കേസിൽ പ്രത്യേകിച്ച് റീസൺസ്, തേർഡ് സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് ഒരു ഈഗോയിസം ആണ്. ഈഗോയിസം എന്ന് പറയുമ്പോൾ സ്വാർത്ഥത അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം.
ഒട്ടും ഒരു രീതിയിലും ഈഗോ വിട്ട് കളിക്കില്ല. അതായത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായ സമയത്ത് ഒരു രീതിയിലും ഞാൻ ഇതിൽ തല കുനിച്ചു കൊടുക്കില്ല. അവളായിട്ട് വരട്ടെ അല്ലെങ്കിൽ അവനായിട്ട് വരട്ടെ എന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് ഈ ഒരു ബന്ധം. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോയുടെ ഭാഗമായിട്ട് റിലേഷൻഷിപ്പിന്റെ എനർജി പതുക്കെ പതുക്കെ ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ലോയി എന്ന് പറയാൻ പറ്റില്ല. ഒരു ആടി ഉലയുന്ന അവസ്ഥയാണ്. 2 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനസ്സ് കൊണ്ടിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നിലനിൽപ്പിൽ പോലും നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന 3 ഓഫ് പെന്റക്കിൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതായത് അവരുടെ ഒരു ഈഗോ അവർ ഇറക്കി വെക്കാതെയാണ് ഇതിനകത്ത് നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, ചിലവരുടെ കേസിൽ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ചീറ്റ് ചെയ്തിട്ട് പോലും അവരായിട്ട് എഫേർട്ട് ഇടാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവില്ല ബന്ധത്തിന്റെ മുന്നോട്ടേക്കുള്ള ഒരു പോക്കിൽ. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടും ഉണ്ടായിരിക്കാം. പക്ഷെ ഒന്നും തന്നെ ഇതിനകത്ത് ഗുണം ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങൾ അവർക്ക് ഏൽപ്പിച്ച ആ ഒരു മുറിവ് ഭയങ്കര വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഈഗോയും പിടിച്ച് മുന്നോട്ടേക്ക് പോയ അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. പൂർണ്ണമായിട്ടും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് മിണ്ടുക, എന്ന് തുറന്ന ആ ഒരു ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമേ തന്നെ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പഠിക്കുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ ഫ്രണ്ട്സിന്റെ ഫാമിലി, ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവരുടെ ഫാമിലി, അങ്ങനെ പുറമേ നിന്നുള്ള ഫാമിലീസിന്റെ ഒക്കെ ഒരു എനർജി, ആ ഒരു കുടുംബം മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നോക്കി നിന്നിട്ട് മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴേക്കും അവർക്ക് അപ്പോഴാണ് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഓ, ഇങ്ങനെയും ആ ഒരു ലൈഫ് ഒക്കെ മുന്നോട്ടേക്ക് സന്തോഷകരമായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും കൂടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ലൈഫ് എനിക്കും ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കും ആ ഒരു സന്തോഷകരമായ ഫാമിലി ലൈഫോ ദാമ്പത്യ ജീവിതം ആണെങ്കിൽ അങ്ങനെ, ലവ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതിൽ എനിക്കും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുമല്ലോ. എന്റെ ഒരു ഈഗോയിസം ആണല്ലോ ഇതിനൊക്കെ കാരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോഴേക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല, ഇവരുടെ കുറ്റങ്ങൾ പോലും ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള അങ്ങനെയുള്ള വ്യക്തികൾ ഇവരുടെ അടുത്ത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നുമുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അതൊന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇവര് അതെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വളരെയധികം ഒരു ഈഗോയിസം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയായിരുന്നു ഇവര്. ഒരു രീതിക്കും ബാക്കിലേക്ക് പോവില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിക്ക് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പൊ ഇവരുടെ ആ ഒരു ഈഗോയിസം പുറത്തേക്ക് വരുത്താനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഇവർ ആ ഒരു ധാർഷ്ട്യത്തിലൊക്കെ തന്നെ നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരിൽ ഇപ്പൊ പഠിച്ച് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവരിൽ ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്നതിനെ മാറ്റി വെച്ചിട്ട് ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഘടന കൊണ്ടുവരണം. ആ ഒരു ഘടന കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് അതിനൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിലേക്ക് വളരെയധികം ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ട് അവർ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവർ accept ചെയ്യാൻ, പഠിക്കാൻ എന്നല്ല അവരത് accept ചെയ്യാൻ. ഇതിനു മുമ്പ് ഇവരത് കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷേ. പക്ഷെ അന്നേരം ഒന്നും ഇവരത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ടായിരുന്നില്ല. ഓ, ഇതൊന്നും ഒന്നുമല്ല, ഇങ്ങനെയൊന്നും അല്ല ലൈഫ്, ആ ഒരു രീതിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഇപ്പൊ അവർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇവർക്ക് ഇപ്പൊ നിങ്ങളെ എന്തായാലും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോ ജീവിതത്തിൽ ഒരു ഘടന കൊണ്ടുവരണം എന്നൊക്കെ മനസ്സ് കൊണ്ടിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് wands ആണ്. വെറുതെ ഒരു കമ്മ്യൂണിക്കേഷനും അല്ല, നിങ്ങളുമായിട്ട് ഒരു തുറന്ന സംസാരം നടത്തണമെന്നും അതിൽ ഒരു വിജയം വേണമെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിലൊരു വിജയം എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം, നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിപ്പോ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഇപ്പൊ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഫാമിലി എനർജീസോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈഗോയിസം തന്നെ, ഈഗോയിസം ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾക്കിടയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബുദ്ധിപൂർവ്വം തന്നെ തുടച്ചു നീക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കിങ് ഓഫ് സോഴ്സ് ആണ്. കിങ് ഓഫ് wandsഉം അതുപോലെ തന്നെ കിങ് ഓഫ് സോഴ്സും വന്നിരിക്കുന്നത്. കിങ് ഓഫ് wands എന്ന് പറയുമ്പോഴേക്കും ആ ഒരു അഭിനിവേശത്തിന്റെ ഏറ്റവും ഉയർന്ന
ഒരവസ്ഥ, ആ ഒരു വിജയം. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള വിജയം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹവും ആ ഒരു ബുദ്ധിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവർ തീരുമാനിക്കുന്നത് ഇതിനകത്തൊരു വിജയം കൊണ്ടുവരണം. നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ആ ഒരു പ്രശ്നങ്ങളെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഒരുപക്ഷെ നിങ്ങൾ ഇവരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അത് ഇവർക്ക് തന്നെ അറിയാം. ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങളുടെ പുറകിലേക്ക് വരില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കും അറിയാവുന്ന പോലെ ഇവർക്കും അറിയാം, നിങ്ങൾ അത് പ്രതീക്ഷിക്കില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു ടൈമിൽ തന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു ആടി ഉലയുന്ന അവസ്ഥയിൽ നിന്നും ഒരു സന്തുലിതാവസ്ഥ, അതായത് ഒരു നിലനിൽപ്പ്, ഒരു ഘടന നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം, ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകണം എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർത്തും ഒറ്റപ്പെട്ടാണ് അവർ ഇരിക്കുന്നത്. നയൻ ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു ഒറ്റപ്പെടലിലും നിങ്ങളെ കുറിച്ചിട്ട് അവർ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പ്രണയമൊക്കെ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ്. നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകളിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം കൈവരിക്കണം. എന്ത് തടസ്സങ്ങളെയും അതിജീവിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഇവരുടെ ഒരു മൈൻഡിലെ തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടേത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കരിയർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും ഒക്കെ നിങ്ങളെക്കാളും ഒരു പടി മുന്നിലുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ലൈഫിലേക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ മുന്നിലേക്ക് ഒരുപാട് വ്യക്തികൾ ഇപ്പൊ ചില സമയത്ത് സ്നേഹവുമായിട്ടൊക്കെ വരുന്നുമുണ്ട്. പക്ഷേ അവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് എത്ര ഈഗോ പ്രശ്നം കൊണ്ടിട്ടാണ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാണ് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോ ഒരു നീതി തരണമെന്ന് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു നീതിക്ക് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. സത്യസന്ധമായ ഒരു സ്നേഹമാണ് നിങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു സ്നേഹത്തിൽ ഒരിറ്റു പോലും ഒരു കളങ്കമില്ലാതെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിലും വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ തിരഞ്ഞെടുക്കാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സ്റ്റാർ ആണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇവർ മുന്നോട്ടേക്കുള്ള ഓരോ ടൈമും അതായത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പകലും ഓരോ രാത്രിയും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവർ മനസ്സുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം സ്വന്തമാക്കുന്നതും കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു വിജയവും ഇവരായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഇവരായിട്ട് തന്നെ ഇമാജിൻ ചെയ്യുന്നു. ഇതൊന്നും തന്നെ അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയല്ല, ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളുടേത്. അവരങ്ങനെ ആരുടെ മുന്നിലും ഒരുപാട് തല താഴ്ത്തി തരുന്ന വ്യക്തികളോ അങ്ങനത്തെ രീതിയല്ല ഇവരുടേത്. പക്ഷെ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ. 5 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് സ്ട്രഗ്ലിങ്സ് ഉണ്ട്. ഒരു രാശി എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്നപ്പോൾ ഇവർക്ക് ഒരുപാട് പല രീതിക്കുള്ള ഉയർച്ചകളൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇവർക്ക് ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇവരുടെ നിന്ന് മാറി നിൽക്കുന്ന ഈ എനർജിയിൽ ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് ദുർഘടമായ വഴികളിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോകുന്നത്. എത്രത്തോളം ഒരു കരിയറിലാണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഇവരിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു രാശി ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലൊക്കെ ഇവർക്കുണ്ട്. അതായത് ഇവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുമുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഇവർക്ക് എല്ലാ രീതിക്കും പോസിറ്റീവ് എനർജിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ തിരിഞ്ഞു പോയ ആ ഒരു യാത്രയിൽ നിന്നും നിങ്ങളിലേക്ക് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിലേക്കുള്ള യാത്രയിൽ തിരിച്ച് ആ ഒരു വള്ളം തുഴഞ്ഞു വരികയാണ്. വള്ളം എന്ന് പറയുമ്പോൾ ആ ഒരു ജീവിതമാകുന്ന വള്ളം. ഇവിടെ നമുക്കൊരു നായ്ക്കുട്ടിയെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു നായി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു മെമ്മറീസ് ആണ്. അതായത് ഒരു പഴയകാല ഓർമ്മകൾ, നൊസ്റ്റാൾജിയ, നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, ആ ഒരു തിരിച്ചുവരവിനുള്ള യാത്രയിൽ ഇവരുടെ മനസ്സിലേക്ക് ആ ഒരു മൊമെന്റ്സ് എല്ലാം തന്നെ ഒരുപാട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൊമെന്റ്സ് കടന്നു വരുമ്പോൾ ഇവരുടെ മുഖത്ത് വരുന്ന ഈ ഒരു പുഞ്ചിരിയോടൊപ്പം തന്നെ ഇവർക്ക് അതുപോലെ തന്നെ ഇവിടെ വിഷമങ്ങളും കാണാനായിട്ട് സാധിക്കും. 10 ഓഫ് സോർഡ്സ് ആണ്. ഒരുപാട് കൂരമ്പുകൾ, അതായത് അത്രത്തോളം ഒരു അമ്പുകൾ അവരുടെ ഹൃദയത്തിലേക്കാണെങ്കിലും അവരുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും തറച്ചു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, അതായത് ആ ഒരു വേർപാടിന്റെ വേദന അവരിപ്പോ ഒരുപാട് അനുഭവിക്കുന്നുമുണ്ട്. ആ ഒരു അനുഭവങ്ങൾക്കെല്ലാം ഒരു പരിവർത്തനം സംഭവിക്കണമെന്നും ആ ഒരു സ്നേഹവുമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും ഇപ്പൊ ഇവര് ഒരുപാട് ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയുമാണ്.
നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം. ആ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങളുടെ ബന്ധത്തിന് ഏറ്റവും അടിയുറച്ച രീതിയിലുള്ള അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. മറ്റുള്ളവരുടെ ലൈഫ് കണ്ടു കൊതിച്ചതിനേക്കാൾ കൂടുതലായിട്ട് തന്റെ ലൈഫ്, അതായത് അവരും നിങ്ങളുമായിട്ടുള്ള ലൈഫ് മറ്റുള്ളവരും കണ്ട് ആസ്വദിക്കണം, അവരും അതിൽ അസൂയപ്പെടണം എന്നൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് ഒരു ചിന്തകൾ വന്ന് കേറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് വേദനകൾ ഉള്ളതായിട്ട് തന്നെ കാണുന്നത്. ഇവർ അത്രത്തോളം ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ ഇവർ നിൽക്കുന്ന ഈ ഒരു വേഷത്തിലാണ്, എംപറർ ആണ്. ഇപ്പോഴും ഇവർ നിൽക്കുന്ന ഇതേ വേഷത്തിലാണ്. പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുതരാനായിട്ട് ഇവർക്ക് അങ്ങോട്ട് മനസ്സ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പ്ലാനിങ് ആണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ കടന്നു വരണമെന്നും ആ പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തിയിട്ട് ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകണം, ഈ ഒരു ബന്ധത്തിന് ഒരു അടിത്തറ കൊണ്ടുവരണം, ഇങ്ങനത്തെ ചിന്തകളെല്ലാം ഇവരിലുണ്ട്. പ്രതീക്ഷകൾ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം ഇവരിൽ നിന്ന് ലഭിക്കാനായിട്ട് പോവുകയാണ്. ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡാണ്. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അതിജീവിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇവരുടെ ഫാമിലി, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് നിങ്ങളെക്കാളും ഒരുപിടി മുന്നിലേക്ക് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടന്നിട്ട് ഈ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇവര് ആ ഒരു ഇവരുടെ കയ്യിൽ നമുക്കൊരു പൂവ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു പൂവാണ്, അതായത് അവരുടെ ആ ഒരു സ്നേഹമാണ്. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്വന്തം റിസ്കിൽ തന്നെ ആ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ആരും ചിലപ്പോൾ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ ക്ലിയർ ആയിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ആരും കൂടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്നേഹത്തിന്റെ സത്യസന്ധതയ്ക്ക് നിങ്ങൾക്ക് അർഹമായ ഒരു നീതി നടപ്പിലാക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ഒരു ഈഗോ ക്ലാഷിന്റെ ഒക്കെ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ചിലവരുടെ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ തേർഡ് സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തികൾ തന്നെ ആവണമെന്നില്ല, ഫാമിലി ആകാം, അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ വിഷയം എന്താണോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് രീതിയിലാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു രീതിക്കും വിട്ടുകളയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹവുമില്ല. അർഹമായ നീതി നൽകിക്കൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള റിസ്ക് എടുക്കാനായിട്ടും ഇവരിപ്പോ തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. 9 ഓഫ് കപ്സ് ആണ്, വിജയം തന്നെയാണ് ലക്ഷ്യം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വിജയം, ആ ഒരു സന്തോഷകരമായ നിമിഷം ഇതിനകത്തേക്ക് കൊണ്ടുവരണം. എല്ലാ രീതിക്കും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും ഇവരാൽ പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ ഒരു ടൈമിൽ ഇതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ വലിയ രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അവർ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുമുണ്ട്. എത്രത്തോളം ഒരു സ്വാർത്ഥതാ മനോഭാവമുള്ള പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഇവര് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സ്പ്രെഡിൽ നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് വേദനകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളപ്പോൾ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം, ഇവരോട് നിങ്ങൾ തർക്കിച്ചിട്ടും ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു മനസ്സുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇവർക്ക് മനസ്സുണ്ടെന്ന് തന്നെ നമുക്കിവിടെ കാണുന്നത്. കാരണം ഈ ഒരു 10 ഓഫ് സോഴ്സ് എന്ന് പറയുന്ന എനർജി തന്നെ അത്രയും പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. അതായത് പൂർണ്ണമായിട്ടും മരിച്ച ആ ഒരു വേദന അനുഭവിക്കുന്ന എനർജിയാണ് 10 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും. അതായത് അത്രത്തോളം ആ ഒരു അമ്പുകൾ ശരീരത്തിലേക്ക് കുത്തി ഇറങ്ങുമ്പോൾ ഉള്ള വേദന എത്രത്തോളമാണോ അത്രയും വേദന ഇവർ അനുഭവിക്കുന്നുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് നെക്സ്റ്റ് ആയിട്ട് കിട്ടിയത്. അതായത് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. റിസ്ക് എടുക്കുക മാത്രമല്ല അതിലൊരു വിജയം നേടുകയും വേണം എന്നൊരു എനർജിയാണ് ഇവരിലുള്ളത്. 4 ഓഫ് കപ്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ സ്നേഹവുമായിട്ടൊക്കെ ഇവരിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവർ നിങ്ങളെന്ന് പറയുന്ന സ്നേഹത്തിനെയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ആ ഒരു ഓർമ്മകളിലാണ് ഇവർ ഇരിക്കുന്നതും. ആരൊക്കെ അരികിലേക്ക് സ്നേഹമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിനെ ഒന്നും ഇവർ സ്വീകരിക്കുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതൊന്നുമല്ല തനിക്ക് വേണ്ടത്. ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം മാത്രം മതി. ഇനി ആരൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സ്നേഹമൊന്നും നിങ്ങൾക്ക് പകരം ആവുകയില്ല എന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു അടിയുറച്ച തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. പേജ് ഓഫ് സോഴ്സ് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വിജയം കൈവരിക്കാനായിട്ട് ആ ഒരു പടച്ചട്ടയും അണിഞ്ഞിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തടസ്സങ്ങൾ ഉള്ളതായിട്ട് പറഞ്ഞു, ഫാമിലി എനർജി ഉള്ളതായിട്ട് പറഞ്ഞു, വ്യക്തികൾ സാന്നിധ്യം ഉണ്ടായിരിക്കാം, ഇമോഷൻസിന്റെ കാര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഇമോഷൻസിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ എങ്ങനെ മെരുക്കിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഏത് രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ് ആകും എന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം. അർഹമായ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങളോട് പെരുമാറി കഴിഞ്ഞാൽ, നിങ്ങളോട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നിങ്ങളൊന്ന് കൂൾ ആകും എന്നൊരു ചിന്ത ഇവരിലുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. കൂടുതലായിട്ടും നമുക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ അടുക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അതിജീവിക്കാനായിട്ടും വിജയിക്കാനായിട്ടും പേജ് ഓഫ് സോഴ്സ് ആണ് റിസ്ക് എടുത്തിട്ട് ആ ഒരു കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് യുദ്ധത്തിന് തയ്യാറെടുത്തിട്ട് നിൽക്കുന്ന എനർജിയാണ്. ആ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിട്ട് അവർ ആഗ്രഹിച്ച ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു ഫാമിലി കാർഡ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, അതുപോലെ തന്നെ 3 തലമുറയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്നും ഒരു ഫാമിലി ലൈഫ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം, അതിനകത്തൊരു വിജയവും വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ 5 ഓഫ് പെന്റക്കിൾസ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരുടെ ഒരു രാശിയായിട്ട് തന്നെയാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതിരുന്ന ഈ ഒരു ടൈമിൽ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവരുടെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫാമിലി ലൈഫും സന്തോഷവും മാത്രമല്ല, നിങ്ങളുടെ ഇപ്പൊ ആരൊക്കെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാലും ഫാമിലി അവരുടെ, അതായത് അവരുടെ ഫാമിലി തടസ്സം നിന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം തന്നെ വെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കും. അതായത് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അവരുടെ ബുദ്ധിയും നിങ്ങളുടെ സ്നേഹവും എല്ലാം കൊണ്ടിട്ട് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ വിജയിക്കാൻ സാധിക്കും. ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിലും എല്ലാം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വമായൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അവർ വരുന്നത്. അത്രയും നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവര്. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് പോലും ആ ഒരു രീതിയിൽ വരെ ചിന്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇവർ അത്രത്തോളം ജീവിതത്തെക്കുറിച്ച് ഭയങ്കര കാഴ്ചപ്പാടുള്ള വ്യക്തികൾ തന്നെയാണ്. ജീവിതം ഭയങ്കര ഒരു കുട്ടിക്കളിയായിട്ട് കാണുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ആവട്ടെ എന്നൊരു ചിന്തയുള്ളവരോ അല്ല ഇവര്. മുന്നോട്ടേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കുന്ന വ്യക്തികളാണ്. കുറച്ചൊരു ഈഗോയിസം ഉണ്ടെന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു മെയിൻ പ്രശ്നം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു സമയത്തിന്റേതായ പ്രശ്നങ്ങളിൽ മറ്റു ചില സിറ്റുവേഷൻസിലേക്കൊക്കെ ഇവർ പോയിട്ടുണ്ട്. ഇവരുടെ ആ ഒരു പ്രായത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയുടെയും സമയദോഷത്തിന്റെയും എല്ലാത്തിന്റെയും ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളിലേക്ക് ഒരു നീതി തരണം എന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം നിങ്ങൾ ആ ഒരു നീതി അർഹിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ ഈ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അത്രത്തോളം ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് അവർ ഒരുപാട് പ്രേ ചെയ്യുന്നു, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നു. ചെയ്തു പോയ തെറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവർ ഈ ഒരു ടൈമിൽ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുമ്പോൾ അവരെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. 9 ഓഫ് സോഴ്സ് ആണ്. മുഖം പൊത്തി ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കരഞ്ഞു വിഷമിക്കുന്ന ഒരു എനർജി. അതായത് പകലോ രാത്രിയോ അല്ലെങ്കിൽ ഒരു സ്ഥലകാല ബോധമോ പോലും ഇല്ലാതെ ഇപ്പൊ അവർ ഇരിക്കുന്നത് പോലും നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു വീടിന്റെ ഉള്ളിലല്ല അവർ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റുകളെല്ലാം ഈ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന ആ ഒരു ടൈമിലേക്കാണ് അവർക്ക് റിയലൈസേഷൻ വന്നിരിക്കുന്നത്. ചെയ്തത് വലിയ തെറ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ 3 ഓഫ് പെന്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇവരുടെ അടുത്തേക്ക് കുറെ ഇവർക്ക് അത്രത്തോളം വിശ്വാസമുള്ള ആ ഒരു വ്യക്തികൾ ഇവരെ ഒരുപാട് കുറ്റപ്പെടുത്തി ഇവർ ചെയ്ത തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആ ഒരു വേദന, നിങ്ങൾ അനുഭവിച്ച വേദന എന്തോരമാണ്, അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് തന്ന വേദന എത്രത്തോളമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എത്ര മനോഹരമായ ബന്ധമായിരുന്നു, അതിനെയാണല്ലോ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നൊക്കെ ഒരു ചിന്തകളും ഒക്കെ അങ്ങോട്ട് കാട് കയറി വന്നപ്പോഴാണ് ഇവർക്ക് ഈ ഒരു വേദന ഒട്ടും താങ്ങാൻ പറ്റാതെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ സ്വന്തമായിട്ട് ചെയ്ത തെറ്റുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു നീതി അർഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നതും അതുകൊണ്ട് അവരുടെ ഈഗോയിസത്തിനെ അവർ മാറ്റി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഘടന കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതും. ആ ഒരു ഘടന നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് അർഹമായ ഒരു നീതി നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഇവർ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ കാര്യത്തിലേക്ക് അവർ നോക്കുമ്പോൾ ബുദ്ധിപൂർവ്വം നിങ്ങളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ സ്നേഹമൊക്കെ നൽകി നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവർ ചിന്തിക്കുന്നത് പോലെ, ഞാൻ പറഞ്ഞതുപോലെയല്ല, ഇവർ ചിന്തിക്കുന്നത് പോലെ ഇവരുടെ ഒരു പണം കണ്ടിട്ടോ ഇവരുടെ ഭയങ്കരമായ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഇവരെ സ്നേഹിച്ചിരിക്കുന്നത്.
ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും തന്നെയാണ് നിങ്ങളിലേക്ക് ഇവരെ അടുപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരുപാട് വേദനിപ്പിച്ചു നിന്ന സമയത്തായിരിക്കും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതും. പിന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ആഴം അതൊക്കെ തന്നെയാണ് നിങ്ങളെ ഈ ഒരു പേഴ്സണിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും നിങ്ങൾ ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നതും. അത് ഇവരിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇവരുടെ പണമോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളതും സത്യസന്ധമായ ഒരു സ്നേഹമാണ് ഇവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു ചേർത്ത് നിർത്തലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ ഇവർക്കൊരു പേടിയൊക്കെ ഉണ്ട് നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ളത്. പക്ഷേ എങ്കിലും നിങ്ങൾ എത്രത്തോളം ഗർജിക്കുന്ന സിംഹമായിട്ട് നിന്നാലും ഇവർ ആ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങളെ ഒന്ന് തലോടിയാലോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് തലോടുക എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ദേഷ്യം ആണെങ്കിലും ഇവരോടുള്ള എന്ത് രീതിയിലുള്ള ഫീലിങ്സ് ആണെങ്കിലും അതായത് ആ ഒരു വെറുപ്പോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കെട്ടടങ്ങും. നിങ്ങൾ ഇവരെ തിരിച്ചും പഴയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇവരെ സ്നേഹിക്കും എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു തീരുമാനം എടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും. പേജ് ഓഫ് കപ്സ് നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു റിസ്ക് എടുത്തിട്ട് നമ്മുടെ പേജ് ഓഫ് പെന്റക്കിൾസും വന്നു. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വരിക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഹെർമിറ്റ് എനർജി തീർത്തും ഒറ്റപ്പെട്ട് നിന്നിട്ട് സ്വയം ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ് ഇവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് എല്ലാ രീതിക്കുമുള്ള ഒരു ന്യായമായ വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഇനി തിരിച്ചു വരണം. അതും വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു കറന്റ് ട്രൂ ഫീലിങ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു എനർജീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. R എന്നൊരു ലെറ്റർ ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് സജിറ്റേറിയസ് ആണ്, സോഡിയാക് സൈൻ ആണ്. മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ്. G എന്നൊരു ലെറ്റർ. 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 32 വന്നിട്ടുണ്ട്. R again വന്നിട്ടുണ്ട്. അനിഴം എന്നൊരു സ്റ്റാർ. കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ. P എന്നൊരു ലെറ്റർ. ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 1972. 38. V എന്നൊരു ലെറ്റർ. ഔട്ട്സൈഡ് കേരള, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കാം. ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. എറണാകുളം വന്നിട്ടുണ്ട്. J എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 4 എന്നൊരു നമ്പർ. 38 again വന്നിട്ടുണ്ട്. H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 28 വന്നിട്ടുണ്ട്. വിത്തിൻ 3 മന്ത്സ്, നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വിത്തിൻ 3 മന്ത്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൂസ് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മാസത്തിന്റെ ആ ഒരു അങ്ങ് അറ്റമല്ല, നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽ ആ ഒരു ഡേയ്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.